ചോരകിനിയുന്ന അക്ഷരസാക്ഷ്യങ്ങൾ. സ്മൃതിഞരമ്പിൽ ചോരകിനിയുന്ന ചരിത്രത്തിന്റെ അക്ഷരചിത്രങ്ങളാണിവ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കുഴിച്ചുമൂടാൻ ഒരുമ്പിട്ടിറങ്ങിയവരുടെ മനുഷ്യവേട്ടയുടെ മാച്ചുകളയാനാവാത്ത ചരിത്ര സ്മൃതികൾ. 5.5 പതിറ്റാണ്ടായി CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുഖ്യ ചുമതലക്കാരനായ C. ശ്രീനിവാസൻ 970 മുതലുള്ള ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. പറശ്ശിനിക്കടവിലെ ഒരു സാധാരണ കുടുംബത്തിൽ രാമൻ പണിക്കരുടെയും മാണയുടെയും മകനായാണ് ശ്രീനിവാസന്റെ ജനനം. പറശ്ശിനിക്കടവ് ഉൾപ്പെടുന്ന ആന്തൂർ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജൈവഭൂമി. ശ്രീനിവാസന്റെ വീടിനോട് ചേർന്നാണ് പാർട്ടി ഓഫീസ്. കുട്ടിക്കാലത്തെ കളിത്തട്ടാകട്ടെ ഈ ഓഫീസും. സ്നേഹവാത്സല്യം നൽകി നേതാക്കളും. പഠനകാലത്തെ നേതാക്കളുടെ വിശ്വസ്തൻ. ഒളിവിലും തെളിവിലും കഴിയുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും പാർട്ടി രഹസ്യങ്ങളും വിവരങ്ങളും കൈമാറാൻ C. കോരൻ മാസ്റ്റർ, P. അച്യുതൻ, P. വാസുദേവൻ തുടങ്ങിയവർ ശ്രീനിവാസനെ ചുമതലപ്പെടുത്തും. നേതാക്കളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കരുതലോടെ കൈകാര്യം ചെയ്തു. MV രാഘവന്റെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂർ സ്വദേശി ബിൽഡിംഗിൽ പ്രവർത്തിച്ച ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുന്നത്. ഒരാഴ്ചത്തേക്കായിരുന്നു കണ്ണൂരിലേക്കുള്ള കുടിയേറ്റം. പറശ്ശിനിക്കടവ് ഹൈസ്കൂളിൽ SSLC പൂർത്തിയാക്കി. പാർട്ടി നേതാക്കൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനൊപ്പം കണ്ണൂർ ITയിൽ നിന്നും മെക്കാനിക്കൽ ക്രാഫ്റ്റ്സ്മാൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി. നെയ്ത്തുതൊഴിലിലേക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ കണ്ണൂരിൽ നിന്നും മടങ്ങിയില്ല. കണ്ണൂരിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഓഫീസ് സെക്രട്ടറിയായി കരുതലും കാവലുമായി 80-ലും സജീവം. CH കണാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവരങ്ങൾ പുസ്തകത്തിൽ കുറിച്ചുവെക്കാൻ തുടങ്ങിയത്. പിന്നീടത് പ്രവർത്തനത്തിന്റെ ഭാഗമായി. ഒരു പേപ്പർ എടുക്ക്, ഞാൻ പറഞ്ഞു തരാം, അതൊന്ന് എഴുതണം. അപ്പോൾ അങ്ങനെ സംഭവം ഡീറ്റെയിൽസ് CH ആണ് വിളിച്ചു പറയുന്നത്. അത് ഞാൻ പേപ്പറിനകത്ത് നോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം CH വീണ്ടും പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ എന്താ എഴുതിയതെന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ CH പറഞ്ഞിട്ടുള്ള കാര്യം അതങ്ങനെ എന്നെ വായിച്ചു കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം അങ്ങനെ പറയും, നേതാക്കന്മാർ വന്നാൽ അപ്പം തന്നെ അവർക്ക് കൊടുത്ത് വിവരം എന്നോട് പറയാം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും വിളിച്ചു പറയുന്ന സംഭവങ്ങൾ, പ്രശ്നങ്ങൾ, നേതാക്കളുടെ പര്യടന പരിപാടി, പ്രധാന സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, സംഘർഷങ്ങൾ, അങ്ങനെയെല്ലാം തീയതിയും മാസവും വർഷവും എഴുതി രേഖപ്പെടുത്തും. സന്ദേശങ്ങൾ കൈമാറാൻ, പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ കുറിച്ചുവച്ച ലഘുവാക്യങ്ങൾ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നടന്നുവന്ന വഴിയിലെ നാൾ രേഖകളാണ്. അഴീക്കോടൻ രക്തസാക്ഷിത്വം അവിസ്മരണീയവും നടക്കുന്നതുമായ ഓർമ്മയാണ് ശ്രീനിവാസന്. തൃശൂരിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഓഫീസിൽ വന്ന് വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു സഖാവ് അഴീക്കോടൻ. ദേശാഭിമാനി പ്രചരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, വ്യക്തിപരമായി ചില ചുമതലപ്പെടുത്തൽ, യാത്ര പറഞ്ഞിറങ്ങി. ഈ വിവരങ്ങളൊക്കെ വെച്ച് ഇംഗ്ലണ്ടിൽ ഒരു കത്ത് കയ്യിൽ കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ അഴീക്കോടൻ രക്തസാക്ഷിയായ വാർത്ത കോഴിക്കോട് ദേശാഭിമാനിയിൽ നിന്നും ഫോണിൽ അറിയിച്ചു. വിശ്വസിക്കാൻ പറ്റിയില്ല. വാർത്ത കേട്ട് മരവിച്ചു പോയി. അടിയന്തരാവസ്ഥയുടെ ഭീകരത ആഴം, പാർട്ടി നേതാക്കളും പ്രവർത്തകരും നേരിട്ട അതിക്രമങ്ങൾ, കോൺഗ്രസ് ഗുണ്ടാ സംഘത്തിന്റെ തേർവാഴ്ച, രക്തസാക്ഷിത്വങ്ങൾ. ചരിത്രം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ നിവർത്തിപ്പിടിക്കാവുന്ന ചരിത്രരേഖയാണ് ശ്രീനിവാസന്റെ കൈപ്പിടിയിൽ പുസ്തകത്തിൽ പതിഞ്ഞ അക്ഷരങ്ങൾ. അമ്പരം ദിവാറിന്റെ നേതൃത്വത്തിൽ 3 ജീപ്പിൽ 75ഓളം ആളുകൾ പോയി. അവിടെ ബോംബെറിഞ്ഞു. തുടരെ പഴക്കം മറിഞ്ഞു. മേലെയുള്ളവരെ 14 പേർക്ക് പരിക്ക് പറ്റി. ഒന്ന് വളരെ സീരിയസ് ആണ്. ആ സീരിയസ് ആയി എന്ന് പറഞ്ഞതാണ് കുളങ്ങരയത്തെ രാഘവൻ മാടത്തിന്റെ മേലെ തന്നെ ഇരുവട്ടി മരിച്ചിരുന്നു. 3 സഖാക്കളുടെ സ്ഥിതി ഗുരുതരമാണ്. AKGയുടെ പ്രിയങ്കരൻ. ജില്ലയിൽ എന്ത് സംഭവം ഉണ്ടായാലും AKGയെ അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്തെങ്കിലും വിട്ടുപോയാൽ AKG വിളിക്കും. എന്നെ മറന്നുപോയോ എന്നായിരിക്കും ചോദ്യം. നിരവധി തവണ ജില്ലാ കമ്മിറ്റിയുടെ കാറിന്റെ സാരഥിയായി പാർട്ടി പരിപാടികളിൽ AKGക്കൊപ്പം പോകേണ്ടി വന്നിട്ടുണ്ട്. കരിവള്ളൂർ സമരനായകൻ AV കുഞ്ഞമ്പു തൊട്ട് CPIMന്റെ ജില്ലാ സെക്രട്ടറിമാരായ MV രാഘവൻ, പാട്ടിൻ ഗോപാലൻ,
ചടയൻ ഗോവിന്ദൻ, പിണറായി വിജയൻ, ടി ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ.പി. ജയരാജൻ, എം.വി. ഗോവിന്ദൻ, പി. ശശി, പി. ജയരാജൻ, എം.വി. ജയരാജൻ, നിലവിലെ ജില്ലാ സെക്രട്ടറി കെ. രാഗേഷ്, ഇവരുടെ കാലയളവിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുഖ്യ ചുമതലക്കാരനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയ്ക്കൊപ്പം കണ്ണൂരിലെ പ്രസ്ഥാനത്തിന്റെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും ചരിത്രത്തിന്റെ അക്ഷരക്കൂട്ടിന്റെ കാവൽപ്പര കൂടി പണിയുകയായിരുന്നു ശ്രീനിവാസൻ.